കേരള സർവകലാശാലയിലെ MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ VC അടിയന്തര യോഗം വിളിച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഒരു അധ്യാപകന്റെ വീഴ്ചയാണ് ഉമേഷ്. അതിൽ കുട്ടികൾ വലിയ തോതിൽ പ്രതിസന്ധിയിലാവുകയും വീണ്ടും ആ കുട്ടികൾ പരീക്ഷ എഴുതേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായിരിക്കും സർവകലാശാല ഇനി ചെയ്യാൻ പോകുന്നത്? വീണ്ടും പരീക്ഷ നടത്തുക എന്നതല്ലാതെ മറ്റു ഓപ്ഷനൊന്നും ഇല്ലല്ലോ സർവകലാശാലയ്ക്ക് മുന്നിൽ, അല്ലേ? തീർച്ചയായും മറ്റൊരു വഴിയുമില്ല. വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. സ്വാഭാവികമായി ഇനി പരീക്ഷ നടത്തി കുട്ടികൾക്ക് അത് അർഹമായ മൂല്യനിർണ്ണയം നടത്തി അർഹമായ മാർക്ക് നൽകുക എന്നുള്ളത് മാത്രമേ സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ പോംവഴിയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ സെമസ്റ്ററിലെ ഈ സെമസ്റ്ററുടെ മാർക്ക് ലിസ്റ്റ് എന്തുകൊണ്ടാണ് ഫലം പ്രസിദ്ധീകരിക്കാത്തത് എന്നുള്ള ചോദ്യത്തിനാണ് ഒടുവിൽ യൂണിവേഴ്സിറ്റി ചോദ്യപേപ്പർ ഉത്തരക്കടലാസുകൾ കളഞ്ഞുപോയി എന്നുള്ള ഒരു അറിയിപ്പിലേക്ക് എത്തുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസമാണ് മെയിൽ ലഭിക്കുന്നത്. ഈ 71 വിദ്യാർത്ഥികൾക്കും വ്യക്തിപരമായാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത്. ഈ മെയിലിൽ എന്താണ് കാരണമെന്ന് പറയുന്നില്ല. സ്പെഷ്യൽ എക്സാമിനേഷൻ അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. അതിന് കാരണം ചോദിച്ച് തിരികെ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചിട്ടും കൃത്യമായി മറുപടി നൽകിയിട്ടില്ല യൂണിവേഴ്സിറ്റി പറയുന്നത് പ്രകാരം ഉടൻ പരീക്ഷ എഴുതാനുള്ള നിർദ്ദേശം അത് നടപ്പാക്കണം. എന്തായാലും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ മൂല്യനിർണ്ണയം വേഗത്തിലാക്കുക തുടങ്ങിയ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ VC അടിയന്തര യോഗം വിളിച്ചത്. ഒപ്പം ഈ അധ്യാപകൻ ഗസ്റ്റ് അധ്യാപകനാണ്. തിരുവനന്തപുരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗസ്റ്റ് അധ്യാപകനാണ്. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം തേടിയ ശേഷം നടപടി എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥിരം അധ്യാപകനല്ല. സ്വാഭാവികമായി നടപടി ആ പേരിന് മാത്രമേ എടുക്കാനും കഴിയൂ. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത് VC നടത്തുകയും ചെയ്യും. അതേസമയം ഇതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകനോട് നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചു. പ്രമോദ് എന്ന അധ്യാപകനാണ്. അധ്യാപകൻ പാലക്കാട് സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് ജനുവരി 13 തീയതിയാണ് മൂല്യനിർണ്ണയത്തിന് വേണ്ടിയുള്ള ഉത്തരക്കടലാസുകൾ നൽകുന്നത്. അദ്ദേഹം ഈ ഉത്തരക്കടലാസുകൾ ലഭിച്ചത് പ്രകാരം, പക്ഷേ അദ്ദേഹം പറയുന്നത് പ്രകാരം തനിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്തരക്കടലാസുകൾ വാല്യൂ ചെയ്ത് മുൻപരിചയമില്ല. അതുകൊണ്ട് തന്നെ അത് വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ, അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ ഉത്തരക്കടലാസുകളുമായി വരുമ്പോൾ ഏകദേശം ആലത്തൂർ എത്തുന്ന സമയത്താണ് തൻ്റെ കയ്യിൽ നിന്ന് ഉത്തരക്കടലാസുകൾ നഷ്ടമായ വിവരം അറിയുന്നത്. ഉടൻ തന്നെ അത് പോലീസിൽ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചതെന്നും അധ്യാപകൻ 24-നോട് പറഞ്ഞു. ഒരു അധ്യാപകന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. അധ്യാപകന്റെ പ്രതികരണം. 13 തീയതി രാത്രി ഒരു 11:30 എൻ്റെ ഇന്ന് ഉത്തരക്കടലാസ് പോയത്. ആദ്യമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പാറ്റേൺ മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ച് യൂണിവേഴ്സിറ്റി തന്നെ പോയി വാല്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ ഇന്ന് ഈ ബാഗ് നഷ്ടപ്പെടുന്നത്. ഒരു ആലത്തൂരൊക്കെ എത്തുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ബാഗ് ഇവിടെ കാണാനില്ല. ഇത് കുറച്ച് കനമുള്ള ബാഗാണല്ലോ. ഹൈവേയിൽ ഒരുപാട് ഇങ്ങനെ ഈ വണ്ടിയുടെ ശബ്ദമൊക്കെ ആയത് കാരണം നമുക്കിത് വീണ് പോയാലും നമുക്ക് കേൾക്കില്ല ശബ്ദം. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഞാൻ എന്നിട്ട് ഇത് മുഴുവൻ ഒന്നുകൂടെ ഒരു 3-4 പ്രാവശ്യം ഞാൻ എൻ്റെ വീട് വരെ വന്ന് പിന്നെ ഹൈവേ ചുറ്റി 3-4 പ്രാവശ്യം ഞാൻ നോക്കി.